लौटा दे जन्नत वो मेरी, वो अमन वो चमन का नजारा, वो अमन. ഇതാണ് എൻ്റെ തറവാട്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കുട്ടിയായിട്ട്. സുബോധം എന്ന് പറയില്ലേ, ഒരു 5-6 വയസ്സ് വരേക്ക് വരുന്നവരേക്കും ഈ തറവാട്ടിൻ്റെ പേര് പൊട്ടുതൊടിയിൽ ഹൗസ്. പക്ഷേ ജനറലി നാട്ടുകാർക്ക് അറിയുന്നത് സൂപ്പർവൈസേഴ്സ് ഹൗസ് എന്ന്. കാരണം എൻ്റെ മുത്തച്ഛൻ നെല്ലിയാടം മഹാരാജാവിൻ്റെ സൂപ്പർവൈസറായിരുന്നു. അന്ന് തൊട്ടിട്ട് ഇവിടെ നാട്ടുകാർക്കെല്ലാം അറിയുന്ന സൂപ്പർവൈസറുടെ വീട് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പൊട്ടുതൊടിയിലത്തെ വീട് ആർക്കും അങ്ങനെ അറിയില്ല. ഇതെൻ്റെ മേമ, അച്ഛൻ്റെ ഏറ്റവും വലിയ സിസ്റ്റർ, ഇളയതാണ്. ഇപ്പം പെങ്ങന്മാരിൽ മൂത്ത സിസ്റ്ററിൻ്റെ മോളാണത്. ഞങ്ങളൊക്കെ അന്ന് കുട്ടികളായിരുന്ന സമയത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. ഇന്ന് ഓപ്പോൾ ഇത്രയും വലുതായി, ഞാനും വലുതായതുകൊണ്ട്. ഇവിടുത്തെ കുറേ മാവും പ്ലാവും ദേ ആർ വെരി ഫെമിലിയർ ടു മീ. ബിക്കോസ് ആ മാങ്ങക്കാലത്തും പ്ലാവിൻ്റെ സമയത്തും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ ഈ ചക്ക വരുമ്പോൾ അച്ചമ്മ ഇതെല്ലാം കൗണ്ട് ചെയ്ത് വയ്ക്കും പണിക്കാരെ വെച്ചിട്ട്. ഇത്ര നല്ല വരിക്കപ്ലാവിൻ്റെ ചക്ക അത് ആദ്യമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മുമ്പത്തേര് പോയിട്ട് പണിക്കാരെ കൊണ്ട് ഇത്ര ചക്കയുണ്ടെന്നുള്ളത്. ഇത് മൂത്ത് പഴുക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു പണിക്കാരുണ്ടായിരുന്നു, കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടും കൂടിയിട്ട് മോള് കയറി അവിടെ എടുത്തിട്ട് ഈ ചക്കനെ തിരിച്ചു വയ്ക്കും. അവിടെ തന്നെ തിരിച്ചു വെച്ചാൽ അത് അവിടെ ഇരുന്ന് പഴുത്തിട്ട് ഞങ്ങളതിൻ്റെ മുകളിൽ ടോപ്പിലൊരു ഹോൾ ഇട്ടിട്ട് വി യൂസ് ടു ടേക്ക് ഔട്ട് ഓൾ ദ തിങ്സ്. അപ്പോൾ അച്ഛമ്മ താഴത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചക്ക അതിനകത്തുണ്ട്. പക്ഷേ അതിനകത്തുള്ള സ്റ്റഫ് മുഴുവൻ ഞാനും കൃഷ്ണൻ അടിച്ച് മാറ്റിയിരിക്കുന്നത്. ദെൻ അത് വീഴുമ്പോൾ എന്നിട്ട് അച്ഛമ്മ തെറി വിളിക്കുന്ന മുഴുവൻ ഇവിടുത്തെ അണ്ണാനെയും കാക്കേനെയും ഇവരെയൊക്കെ കഴിക്കും. പക്ഷെ ഞങ്ങൾക്കായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക. സോ അതൊന്നും ഇന്നത്തെ എൻ്റെ മോനാതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവരാണ് എന്നെ പഠിപ്പിച്ച മാഷ്മാർ. ശിവറാം മാഷ്, തങ്കപ്പ് മാഷ് സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാറ്, ശങ്കുണിയാർ മാഷ്. എന്നെപ്പറ്റി ഞാൻ പറയുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ എന്തായിരുന്നു ഈ സ്കൂളിനകത്തെന്നുള്ളത് തങ്കപ്പ് മാഷും ശിവറാം മാഷും എല്ലാവരും. ഐ തിങ്ക് യു വിൽ ബി ദ ബെറ്റർ പേഴ്സൺ ടു സേ ദാറ്റ്. ക്ലാസ്സിൽ വളരെ ഈ കയ്യൂക്കുള്ള മാഷില്ലെങ്കിൽ ഇവൻ അന്ന് ആ ക്ലാസ് തവിടുകൂടിയാക്കിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു രസം. മറ്റൊരു പ്രധാന കാര്യം, ഈ അച്ഛനും മാഷന്മാരും കൂടെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ പുസ്തകം കൈകൊണ്ട് തൊടുക എന്നല്ലാതെ സ്വയം കൊണ്ട് പഠിക്കാമെന്നൊരു മനോഭാവം അന്ന് ശരിക്കും കണ്ടിരുന്നില്ല എന്നുള്ള സത്യം. ഈ കൂട്ടുകാരെ ദ്രോഹിച്ചില്ലെങ്കിലും ക്ലാസ്സിൽ സ്വൈരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവാതിരിക്കാൻ രവി കഴിയുന്നത്ര ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരു മെച്ചം എന്നെപ്പോലുള്ള ആൾക്കുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ശാരീരികമായിട്ടൂടെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സ്കൂളാണിത്. ഈ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ 1ാമത്തെയോ 2ാമത്തെയോ സ്കൂളാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്കൂള്. അത് അറിയണം. അപ്പോൾ ഇവിടെ ധാരാളം ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ആ VHSയുടെ വർക്ക്ഷെഡ് നിൽക്കുന്ന ആ സ്ഥലം നമ്മുടെ രവി ഉൾപ്പെട്ട സമൂഹം അസലായി കിളച്ച് ഒന്നാന്തരായി കപ്പി വെണ്ടയും വഴുതിനൊക്കെ ഉണ്ടാക്കി. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് വിദ്യാഭ്യാസ ഓഫീസറെ ഖറാവ് ചെയ്ത് ഈ മുറിയിലിട്ടൊരു അടയ്ക്കലുണ്ടായി. അപ്പോൾ ഇവിടെയുള്ള ചില ആൾക്കാർക്ക് അന്ന് ലീവ്. ഒരു 3 മണി സമയത്ത് വന്നു. ഞാൻ ലാബിലിരിക്കുകയായിരുന്നു. അടച്ചു. കുറച്ച് നേരം PTA പ്രസിഡൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഷ് ഇടപെട്ടിട്ട് ആ ഓഫീസൊന്ന് തുറക്കാൻ പറഞ്ഞു. തുറക്കാൻ പറഞ്ഞപ്പോൾ DO ജോളി ചെറിയാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചെന്നു. അന്നത്തെ ലീഡർ എന്തോ പരാതികൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവരെടുത്തുനിന്ന് ഉടൻ തന്നെ ലീഡറും DO ആയിട്ട് സംവാദമായി. പെട്ടെന്ന് സംവാദം മൂത്തപ്പോൾ ഈ അടുത്തുള്ള കിട്ടുന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി എന്തോ അവിടെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നപ്പോഴേക്കും DOനെ വീണ്ടും പൂട്ടി. അവിടെ ചെന്നപ്പോൾ ഒരുത്തന്നെ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ശിവരാമ മാഷെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചില്ല് തല്ലി പൊട്ടിച്ചതാണ്. ഈ ചില്ല് തല്ലി പൊട്ടിച്ചത് ഇപ്പോഴത്തെ നമ്മുടെ മേജർ രവിയാണ്. സ്കൂളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അത് വികൃതി കൊണ്ട് പ്രസരിപ്പ് കൊണ്ട് അധ്യാപകർക്ക് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവനതൊരു അഡ്വഞ്ചർ പോലെ കണക്കിലെടുത്തുകൊണ്ട് ആയിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഗ്യാങ്ങിൽ ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ട് എൻ്റെ ഒരു വലം കൈയായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുത്തനെ എപ്പോഴും കണ്ടോ പിടിച്ചോന്നും പറഞ്ഞ് അടിയും നിന്ന് ഒരു ഒപ്പോസിഷൻ ഗ്യാങ്ങും. ആ രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്താം. ആ ഒപ്പോസിഷൻ ഗ്യാങ്ങിൽ അന്നുണ്ടായിരുന്ന പാർട്ടിയാണ്
കുട്ടിനാരായണൻ പറഞ്ഞ ഈ നിൽക്കുന്ന പാർട്ടി. എൻ്റെ ചിങ്കിടിയായിരുന്ന പാർട്ടിയാണ് മോഹൻ എന്ന് പറയുന്ന പാർട്ടി. ഞാൻ SFIയുടെ വട്ടാനാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രതികരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ പലതവണയും അന്ന് രവി ABVPയിലും ഞാൻ SFIയിൽ നിന്ന് അതിശക്തമായുള്ള ഒരു സംഘർഷം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അതിനുശേഷം രവി വീണ്ടും ഞങ്ങളോടൊപ്പം നിൽക്കുകയും രവി വട്ടേനാട് ഹൈസ്കൂളിൽ നടക്കുന്ന എല്ലാ സംഘടനകളിലും രവി SFIയുടെ ഒപ്പം നിന്നുകൊണ്ട് മറ്റ് സംഘടനകൾക്കെതിരായിക്കൊണ്ടുള്ള ഞങ്ങളുടെ രംഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തു രവി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താ വെച്ചാൽ ഒരു DEOനെ തടഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ വളരെയേറെ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവമായിരുന്നു. അതിൽ പിന്നെ ഞാനുൾപ്പെടെയുള്ള വിദ്യാർത്ഥി ഫെഡറേഷൻ നേതാക്കന്മാരും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും DEOനൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ രവിയെപ്പോലുള്ള വിപ്ലവകാരികൾ, അന്ന് രവി ABVയിലാണ്, ചില്ല് പൊട്ടിക്കുകയും അതുപോലെ തന്നെ DEOന് കൊണ്ടുവന്ന ഭക്ഷണം വാങ്ങിക്കഴിക്കും. ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. അന്നത് കാശ് കൊടുത്ത് വാങ്ങിക്കാനുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ അവിടെ കിട്ടിയപ്പോൾ അവസരം യൂസ് ചെയ്തു. നന്ത്രപ്പഴായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഈ ഉച്ചയ്ക്ക് ഞങ്ങൾ ആ റൂം അടച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചാൽ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം DEOന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് ഈ പഴം കൊണ്ടുവന്നത്. ആ പഴം ഇയാൾ വാങ്ങിക്കഴിക്കുന്ന വിശ്വാസം ഞങ്ങൾക്കില്ലായിരുന്നു. അത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ രവി പിന്നെ നന്ത്രപ്പഴം വാങ്ങി കഴിച്ചു, DEOന് ആ പഴം കിട്ടിയില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് വട്ടനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഫെഡറേഷനും അതേമാതിരി രവിയുടെ പ്രവർത്തനം നിലനിൽക്കുന്നത്. പരി എൻ്റെ വേറൊരു കൂടെ പഠിച്ചൊരു സുഹൃത്ത്. ഇപ്പോൾ നേരത്തെ മാഷന്മാർ പറഞ്ഞ പോലെ AEOടെ ചായയും പഴം എടുത്തുണ്ടായപ്പോൾ പഴം എടുത്തിട്ട് രവി ഓടി, ചായ എടുത്തിട്ട് ഞാനും ഓടി. പിന്നെ ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തുള്ള ഈ വെന്റിലേറ്ററിൻ്റെ ഗ്ലാസ്സൊക്കെ എറിഞ്ഞ് പിടിച്ച രവിയായിരുന്നു പകുതി ഞാനും. എന്തിനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവൻ പറയുന്നത്. എൻ്റെ നാട്ടിൽ കുട്ടിക്കാലം തൊട്ടിട്ട് പട്ടാളത്ത് ചേരുന്ന വരയ്ക്കും അത് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ലീവിന് വരുമ്പോൾ സംഘടിക്കുന്നൊരു സ്ഥലമുണ്ട്. ഞങ്ങളുടെ നാട്ടിലത്തെ അന്നത്തെ ഒരു ബാബർ ഷോപ്പ്. ഇവിടുത്തെ ഫേമസ് ബാബർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബാബർ ഷോപ്പേ ഉള്ളൂ, അത് സുലൈമാൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ വയസ്സിൻ്റെ വ്യത്യാസം, സുലൈമാൻ എന്നേക്കാൾ വളരെയധികം കൂടുതൽ വയസ്സുണ്ടെങ്കിൽ കൂടിയും ഞാനും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള മോഹനൻ, അത് ഇന്നിപ്പോൾ മോഹനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോഹനില്ല, നമ്മുടെ കൂടെ ഇല്ല. അതൊരു 92 അവൻ മരിച്ചുപോയി. ഞാനും അവനായിട്ടായിരുന്നു വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഞങ്ങളെ ഒരു 3 പേരുടെ ഒരു സംഘമായിരുന്നു. ആ ബാർബർ ഷോപ്പിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങും പ്ലാൻസ്. സിനിമയ്ക്ക് പോകേണ്ടതും പൂരത്തിന് പോകുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ഒരുമിച്ചിട്ടേ പോവുള്ളൂ. എല്ലാ അഭ്യാസങ്ങളിലും സുലൈമാൻ ഞങ്ങളുടെ കയ്യിൽക്കാൾ വയസ്സ് കൂടുതലുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. സുലൈമാന് പണ്ടുണ്ടായിരുന്നൊരു കംപ്ലയിൻറ്റ്, കാരണം ഞാൻ മൂപ്പരുടെ കടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ മോഹനാണെങ്കിൽ നല്ല ലോങ് മുടിയായിരുന്നു. ഞാൻ പിന്നെ പട്ടാളത്ത് പോയപ്പോൾ എൻ്റെ മുടിയൊക്കെ പോയി, കാരണം എല്ലാം പട്ടാളക്കാർ വടിച്ച് ഷേവ് ചെയ്തിട്ടൊരു വഴിയാക്കിയിട്ടേ വിടുള്ളൂ. കുറ്റിമുടിയാണ്. അപ്പോൾ മൂപ്പർക്ക് അതിന് പ്രത്യേക ഒരു ചീർപ്പുണ്ട്. ആ റൗണ്ട് ചീർപ്പായിട്ട് ഒരു ചീർപ്പ് വേറെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് മൂപ്പരെന്നെ വലിപ്പ് തുറന്നിട്ട് എടുത്ത് തലമുടി ചെയ്യുന്നതും അതിനൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വളരെ മുൻഗണനയായിട്ട് മൂപ്പർക്ക് കൊടുത്തിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള പരിപാടിയൊക്കെ വളരെ ഇതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൂപ്പരിഞ്ഞ് അഥവാ ഷേവ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ, ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ബ്ലേഡ് ഇട്ടിട്ടൊക്കെയാണ് ഷേവ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് അതൊക്കെ. അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലേഡ്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലേഡ് സുലൈമാൻ ബ്ലേഡ് സേവ് ചെയ്യും.